ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുതുവത്സര ആശംസകൾ നേരുന്നു. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ മുട്ടക്കറി ഇന്നുണ്ടാക്കാം. അത് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിനായി ഞാനൊരു വലിയ സവോള എടുത്ത് റഫ്ലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു വലുതെടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ കാഷ്യൂനട്ടും ബദാമുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി സ്റ്റൗ ഓണാക്കി കുക്കർ വെച്ചിട്ട് കുക്കർ ചൂടാകുമ്പോഴത്തേന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഈ എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണ ഇടുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവേ. ഇനി നമുക്ക് സവോള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവേ. സവോള ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളിയുടെ ഇട്ട് കൊടുക്കാം. തക്കാളി വഴന്നു വരുമ്പോഴത്തേന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂം ബദാം കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കറുവാപ്പട്ടയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു 3 വിസിൽ അടുപ്പിക്കാം. ആവി കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പേസ്റ്റ് ആക്കി എടുക്കണം. ഞാൻ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാൻ പോവുകയാണ്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് ബട്ടർ ഇട്ട് അത് ഉരുകി വരുമ്പോഴത്തേന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവിയുടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചൊരു ബട്ടർ ചിക്കൻ്റെ പൊടി ഇട്ട് കൊടുക്കാവേ. അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ചാറൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പാലാണ്. നിങ്ങളുടെ കയ്യിൽ ക്രീം ഉണ്ടെങ്കിൽ ക്രീം യൂസ് ചെയ്യുക, അന്നേരം ഒന്നും കൂടെ റിച്ച് ആയിരിക്കും. പിന്നെ ഫൈനലി ചോപ്പ് ചെയ്തിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കസ്തൂരി മേത്തിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അത് കഴിക്കാൻ വേണ്ടി നമുക്കൊരു പാലപ്പം കൂടെ ചുട്ടെടുക്കാം. പൂ പോലത്തെ നമ്മുടെ ഒരു അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പവും മുട്ടക്കറിയുടെ നമ്മുടെ ജെറിനേക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സൂപ്പർ! നമ്മൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ടേസ്റ്റോടെ അവരിത് കഴിച്ചോളും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ.